താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം തേടി വയനാട്ടിലേക്കുള്ള തുരങ്കപാതയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ സാമ്പത്തികമായും പാരിസ്ഥിതികമായും കൂടുതൽ പ്രായോഗികമായ ഒരു ബദൽ പാത ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് എന്ന ആ നിർദ്ദിഷ്ട പദ്ധതി എവിടെയെത്തി? ഉന്നയിക്കപ്പെടുന്ന തടസ്സങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് മീഡിയ വൺ സംഘം. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത പൂഴിത്തോടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ റോഡ് 30 വർഷം മുമ്പ് പണി നിർത്തിവെച്ചതാണ്. 70% പൂർത്തിയായി കഴിഞ്ഞ ഈ റോഡ് 6 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ സുഗമമായി വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിലെത്താം. 100-200 കോടി രൂപ കൊണ്ട് 2 വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന ഒരു റോഡാണിത്. പക്ഷെ ഇപ്പോഴും ഇതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. 30 വർഷമായിട്ട് ഇതിന്റെ മൂന്നിൽ 2 ഭാഗം 70% വർക്ക് പൂർത്തിയാക്കി കിടക്കുകയാണ്. ഈ സർവേ പൂർത്തിയാക്കി ഏറ്റവും നല്ല ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട് വേണം ഈ റോഡ് പൂർത്തിയാക്കാൻ. വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയ്ക്ക് സമീപം കുറ്റ്യാംവയലിലെ ഈ ഭാഗത്താണ് പൂഴിത്തോട് നിന്നുള്ള റോഡ് എത്തിച്ചേരുക. ഇവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് 24 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രമായ ബാണാസുര ഡാമിലേക്ക് 4 കിലോമീറ്റർ ദൂരവും. 2000 കോടി രൂപയിലധികം ചെലവ് വരുന്ന തുരങ്കപാതയെക്കുറിച്ച് ദിവസവും ചർച്ചകൾ നടക്കുമ്പോഴും അതിൻ്റെ 10-1 പോലും ചെലവില്ലാത്ത പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ പാതയുടെ ഫയൽ ഇപ്പോഴും ഒരു മൂലയിൽ പൊടി പിടിച്ചു കിടക്കുകയാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവമാണ് വിഷയത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന് ചുരമില്ല, മുടിപ്പിൻ വളവുകളില്ല, വലിയ നദികളില്ല, വലിയ മലകളില്ല. ഒരു നാഷണൽ ഹൈവേ ആക്കാൻ പര്യാപ്തമായ ഒരു റൂട്ടും കൂടിയാണ്. മാറി മാറി സർക്കാരുകൾ വന്നെങ്കിലും അവരാരും ഈ റോഡിനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഒരു അനാഥമായി കിടക്കുകയാണ്. 7 കിലോമീറ്റർ വനഭൂമിയിലൂടെ കടന്നുപോകേണ്ടതിനാൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കില്ലെന്നതായിരുന്നു പ്രധാനമായും തടസ്സമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. 2023 വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്തതോടെ റോഡ്, റെയിൽപാത നിർമ്മാണങ്ങൾക്കും പൊതുജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും വനഭൂമി കൈമാറ്റം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിർദ്ദിഷ്ട പാതക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരമായി വയനാട്ടിൽ 21 ഹെക്ടർ റവന്യൂ ഭൂമിയും കോഴിക്കോട് ജില്ലയിൽ 6 ഹെക്ടർ ഭൂമിയും വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. മേപ്പാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ അതിനേക്കാൾ ഏറെ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും കുറഞ്ഞ പാരിസ്ഥിതികാഘാതത്തിലും നിർമ്മിക്കാവുന്ന ഈ പാതയ്ക്ക് അനുമതി നേടിയെടുക്കാൻ എന്തുകൊണ്ടും എളുപ്പമാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ ഇതിനെതിരെ മുഖം തിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴും ചോദ്യമായി അവശേഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനൊപ്പം ടി അനീസ് അലി, മീഡിയ വൺ, കോഴിക്കോട്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, ഇത് ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് ഈ ബദൽ പാല എന്നുള്ളത്. അതിന്റെ പല നടപടികളും പലപ്പോഴും ആരംഭിച്ചിട്ട് പിന്നീട് മുടങ്ങി പോവുകയും ആളുകളെ സംബന്ധിച്ച് 2 ജില്ലയിലെ ബന്ധിപ്പിക്കുന്ന ആ 2 ജില്ലകളിലെയും ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകേണ്ട ഒരു പദ്ധതിയാണ് ഈ തരത്തിൽ ഇഴഞ്ഞു നീങ്ങിയത്, ഇല്ലെങ്കിൽ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അത് മുടങ്ങാനുണ്ടായ സാഹചര്യം, ഇല്ലെങ്കിൽ താല്പര്യമില്ലായ്മ എന്നുള്ളതാണ്? മാറി മാറി വന്ന സർക്കാരുകൾ ഒരു തരത്തിലും പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? സർക്കാരുകൾ പൂർണ്ണമായും ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. അതേസമയം സാങ്കേതികമായ നടപടിക്രമങ്ങൾ മൂലവും അല്ലെങ്കിൽ ഏതു തരത്തിൽ ഒരു വലിയ താല്പര്യമില്ലായ്മ ഒരുപക്ഷെ എടുക്കാത്തതുകൊണ്ടുമാകാം കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ സാങ്കേതികമായ നടപടിക്രമം എന്ന് പറയുന്നത് ഈ വനത്തിലൂടെയുള്ള പാതയ്ക്കുള്ള അനുമതി, കേന്ദ്രത്തിന്റെ അനുമതി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടുന്ന് പൂഴിത്തോട് നിന്ന് പടിഞ്ഞാറത്തറ വരെയുള്ള 7 കിലോമീറ്റർ ദൂരം വനത്തിലൂടെയുള്ള ഒരു പാതയാണ്. ആ പാതയ്ക്ക് സർവേ നടത്തി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിന്റെ എന്തൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടതെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ DPR തയ്യാറാക്കിക്കൊണ്ട് വനം വകുപ്പിന് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതി തേടണം. സ്വാഭാവികമായിട്ടും വനം നൽകുന്നത് കൊണ്ട് തന്നെ പകരമായി വേറെ സ്ഥലത്ത് വനഭൂമിയായി സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്രത്തിന് വനം വകുപ്പിന് വേണ്ടി കൈമാറേണ്ടി വരും. അത്തരം ചില നടപടിക്രമങ്ങളുണ്ട്. അതേസമയം ഈ തുരങ്കപാത പോലുള്ള വലിയ പ്രൊജക്ടുകൾക്ക് എടുക്കേണ്ട അത്ര താല്പര്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇതിൽ എടുക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് അവിടെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ